ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മൾ ISTQB വേർഷൻ 4.0 അനുസരിച്ചുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ISTQB സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളുമായിട്ട് മൊഡ്യൂൾ 2 കവർ ചെയ്യാനായിട്ടാണ്. സോ ഐ തിങ്ക് ഒരു ലോങ് ഗ്യാപ്പ്, എനിക്കൊന്നൊരു 3 weeks എബോവ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോറി ഫോർ ദ ഡിലേ. കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഡിലേ ആകാൻ കാരണം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇനി മാക്സിമം പറ്റുന്ന പോലെ തന്നെ സ്പീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഓൾറെഡി പറഞ്ഞായിരുന്നു, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ഞാനിതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് PPT വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ PPTക്കകത്ത് ഓരോന്നും കൊടുത്തേക്കുന്ന ടോപ്പിക്സ് ആൻഡ് സബ് ടോപ്പിക്സിന്റെ നമ്പറിങ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 2.1, 2.2.2 അങ്ങനെയൊക്കെ വരുന്ന നമ്പറിങ്സ് അത് സെയിം തന്നെയാണ് നമ്മുടെ ആ PDF സിലബസ് ഉണ്ടല്ലോ. സോ അതിൽ കൊടുത്തേക്കുന്ന ആ ടോപ്പിക്സുമായിട്ട്. കാരണം അങ്ങനെ കൊടുക്കാൻ കാരണം, നിങ്ങൾ ആ PDF എടുത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇത് ഏത് ടോപ്പിക്കാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഈ PPT പറഞ്ഞേക്കുന്ന ഈ കോണ്ടന്റ് വരുന്നത് ഈ PDF സിലബസിലെ ഏതിലാണ് വരുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് കുറച്ചൊരു ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ തവണ മറന്നെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ചാനൽ അതിലാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. So first, let's start with testing in the context of a software development lifecycle, or SDLC. So what is SDLC? Start in the SDLC models എന്ന് പറഞ്ഞാൽ abstract high level representation of the software development process ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് അറിയാലോ, ഒരു ഒറ്റ സ്ട്രെച്ച് തീരുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ് അല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ സച്ച് ഒരു ലോങ് പ്രോസസ് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോസസ്സിന്റെ ഹൈ ലെവൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഹൈ ലെവൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. അതുപോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഒരു സംഗ്രഹമാണ് SDLC മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഡെവലപ്മെന്റ് ഫേസസ്, അതിന്റെ ആക്ടിവിറ്റീസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, അത് ലോജിക്കലി ആൻഡ് ക്രോണോളജിക്കലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ അത് ഷോപ്പ് ചെയ്യുന്നു. അതാണ് SDLC എന്ന് പറഞ്ഞാൽ. SDLC മോഡൽസിനെ നമുക്ക് ഈ 3 രീതി കാറ്റഗറി ചെയ്യാൻ പറ്റും. സീക്വൻഷ്യൽ മോഡല്, ഇറ്ററേറ്റീവ് മോഡൽസ്, ഇൻക്രിമെന്റൽ മോഡൽസ്. സീക്വൻഷ്യൽ മോഡലിന്റെ എക്സാമ്പിൾസ് ആണ് വാട്ടർഫാൾ മോഡൽ, V മോഡലൊക്കെ. ഇറ്ററേറ്റീവ് മോഡൽസിന്റെ ആണ് സ്പൈറൽ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ്. ഇൻക്രിമെന്റൽ ആണ് യൂണിഫൈഡ് പ്രോസസ് ഒക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തേഡ്സ് ആൻഡ് അജൈൽ പ്രാക്ടീസസ് ആണ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അജൈൽ പ്രാക്ടീസസ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ATDD, that is acceptance test driven development. Next is BDD, behavior driven development. Third is DDD, the triple D, domain driven design. Next is XP, that is extreme programming. പിന്നെ FDD ഉണ്ട്, അതായത് feature driven development. പിന്നെ Kanban, Lean, IT, Scrum, TDD, that is test driven development. So these are few examples of agile practices and software development methods. Next is impact of the SDLC on testing. So ടെസ്റ്റിംഗിൽ എങ്ങനെയാണ് SDLCയുടെ ഒരു ഇമ്പാക്ട് അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് കീ ഏരിയാസ് ഇമ്പാക്റ്റഡ് ബൈ SDLC ആണ്. നമ്മുടെ ടെസ്റ്റിംഗിൽ ഏതൊക്കെ ഏരിയാസിനെയാണ് SDLC അഫക്റ്റ് ചെയ്യാമെന്ന് പറയുക. സോ മെയിനായിട്ട് ഒരു 5 ഏരിയാസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്കോപ്പ് ആൻഡ് ടൈമിംഗ് ഓഫ് ടെസ്റ്റ് ആക്ടിവിറ്റി. അതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടെസ്റ്റ് ലെവൽസിനും ടെസ്റ്റ് ടൈപ്സിനെ അത് അഫക്റ്റ് ചെയ്യും. സെക്കൻഡ് ഈസ് ലെവൽ ഓഫ് ഡീറ്റെയിൽ ഇൻ ടെസ്റ്റ് ഡോക്യുമെന്റേഷൻ ആണ്. അതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ SDLC മോഡൽ ചൂസ്. നമ്മൾ ഏത് മോഡലാണ് ചൂസ് ചെയ്യുന്നത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. തേർഡ് ഏരിയ ആണ് ചോയ്സ് ഓഫ് ടെസ്റ്റ് ടെക്നിക്സ് ആൻഡ് അപ്രോച്ച്. അത് ഈ പറഞ്ഞ പോലെ ടെക്നിക്സ് ഏതാ, അപ്രോച്ച് ഏതാ, ഏത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് SDLC മോഡലാണ് ചൂസ് ചെയ്യുക അതിനെ അത് ബേസ് ചെയ്തിരിക്കും. ഫോർത്ത് ഏരിയ ആണ് എക്സ്റ്റെൻഡ് ഓഫ് ടെസ്റ്റ് ഓട്ടോമേഷൻ പ്രാക്ടീസസും ഈ പറഞ്ഞ പോലെ SDLC മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫിഫ്ത്ത് ഏരിയ ആണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടെസ്റ്റർ. സോ ഓഫ് കോഴ്സ് അല്ലെ, നമ്മൾ ടെസ്റ്റർ നമ്മൾ ഏത് മെത്തഡോളജി അല്ലെങ്കിൽ ഏത് മോഡലാണോ ഫോളോ ചെയ്യുന്നത്
അത് വളരെ ഇമ്പാക്റ്റ് ചെയ്യും നമ്മളുടെ ആസ് എ ടെസ്റ്റർ നമ്മുടെ റോളിലെ റെസ്പോൺസിബിലിറ്റീസിനെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹൗ ഈച്ച് മോഡൽസ് ഇമ്പാക്ട് ദ ടെസ്റ്റിംഗ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ സീക്വൻഷ്യൽ മോഡൽ ആണെങ്കിൽ ടെസ്റ്റേഴ്സ് ഏർലി ഫേസസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വർക്ക്. അതായത് ഇപ്പോൾ റിക്വയർമെന്റ് അനാലിസിസ്, റിവ്യൂസ്, ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ടല്ലോ, അവർ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഡൈനാമിക് ടെസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റിങ്. അത് പക്ഷെ ചെയ്യുന്നത് എപ്പോഴാണ്, ലേറ്റർ ഫേസസിലേ പറ്റത്തുള്ളൂ. കാരണം കോഡ് ക്രിയേഷന് ആ ഒരു ടൈമിങ് ആകുമ്പോഴേ നടക്കത്തല്ലേ ഉള്ളൂ. സീക്വൻഷ്യൽ മോഡൽ, നിങ്ങൾ വാട്ടർഫോൾ മോഡൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ അറിയാം, സീക്വൻഷ്യൽ മോഡൽ എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടേ പോകത്തുള്ളൂ, പാരലായിട്ടല്ല എല്ലാ ഫേസസും പോകുന്നത്. സോ എല്ലാ ഫേസസും കഴിഞ്ഞ് ഒരു ബിറ്റ്വീൻ ഒരു ഫേസ് വരുമ്പോൾ മാത്രമാണ് ആക്ച്വൽ ഡെവലപ്മെന്റ്, അതായത് കോഡ് ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ. ആ കോഡ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇതാണ് സീക്വൻഷ്യൽ മോഡലിന്റെ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡലിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ അവിടെ എന്തൊരു പ്രത്യേകത, ഓരോ ഇറ്ററേഷനിലും അല്ലെങ്കിൽ ആ ഓരോ ഇൻക്രിമെന്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡമ്മി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് നമുക്ക് കിട്ടും. സോ നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിങ് എല്ലാ ലെവൽസിലും പോസിബിൾ ആണ്. അതുപോലെ ഫ്രീക്വൻറ്റ് ഇൻക്രിമെന്റ്സ് എപ്പോഴും വരുന്നുണ്ടല്ലോ. സോ ഫ്രീക്വൻറ്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ഓർത്താൽ മതി, നമ്മൾ ഓരോ ഇൻക്രിമെന്റ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് മീൻസ് ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ആദ്യത്തെ ഇൻക്രിമെന്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഇൻക്രിമെന്റിൽ അതിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മൊഡ്യൂളാണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഓരോ ഔട്ട്പുട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ്. ഫസ്റ്റ് ഇറ്ററേഷൻ എന്ത് കിട്ടും, ലോഗിൻ പേജ് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് ഇറ്ററേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിക്ചർ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മൊഡ്യൂൾ അത് വർക്ക് ചെയ്യുന്നതാണെന്ന് അറിയാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ്. ആ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സോ ഇങ്ങനെ ഈ ഒരു ഫ്രീക്വൻറ്റ് ഇൻക്രിമെന്റ് ആവശ്യമുള്ളത് കൊണ്ട് അതിന് ഫാസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിനെ പെർഫോം ചെയ്യണം. അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് ഫീഡ്ബാക്ക് വേണം അല്ലേ, വെരിഫിക്കേഷൻ പെർഫോം ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള റിസൾട്ട് അവർക്ക് കിട്ടണം. അതാണ് ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡൽസ്. തേർഡ് ടൈപ്പാണ് അജൈൽ ഡെവലപ്മെന്റ്. അതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണ് അജൈൽ ഡെവലപ്മെന്റ് അല്ലേ. ഒരിക്കലും ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവല്ല, എല്ലാം പാരലി പോവുകയാണ്. സോ അവിടെ സ്പ്രിന്റ് എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അജൈൽ സ്ക്രം മെത്തഡോളജിയിൽ. സോ ഈ അജൈൽ ഡെവലപ്മെന്റിന്റെ കേസിലാണെങ്കിൽ അവിടെ അസ്യൂംസ് കണ്ടിന്യൂസ് ചേഞ്ച്, അവിടെ കണ്ടിന്യൂസ് ചേഞ്ച് അവർ അസ്യൂം ചെയ്യുന്നു. ഫേവറിംഗ് ലൈറ്റ് വെയ്റ്റ് ഡോക്യുമെന്റേഷൻ ആൻഡ് എക്സ്റ്റെൻസീവ് ടെസ്റ്റ് ഓട്ടോമേഷൻ ഫോർ ഈസി റിഗ്രഷൻ ടെസ്റ്റിംഗ്. അതുപോലെ മാനുവൽ ടെസ്റ്റിംഗ് ആണ് ഓഫൺ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ബൈ എക്സ്പീരിയൻസ്ഡ് ടെസ്റ്റേഴ്സ് ടു എൻഷുർ എഫിഷ്യൻസി. സോ ഇതാണ് ഇമ്പാക്ട് ഓഫ് SDLC ഓൺ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഗുഡ് ടെസ്റ്റിംഗ് പ്രാക്ടീസസ്. SDLC അതിൻ്റെ ചില സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ചില ഗുഡ് ടെസ്റ്റിംഗ് പ്രാക്ടീസ് എന്താണെന്ന് പറയുക. സോ 4 ടെസ്റ്റിംഗ് പ്രാക്ടീസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടെസ്റ്റിംഗ് ഫോർ എവറി ഡെവലപ്മെന്റ് ആക്ടിവിറ്റി. അറിയാലോ, നമ്മുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല, മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സോ എല്ലാ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലും ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണം. അല്ലാതെ ഒരിക്കലും എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ട് ഫൈനൽ റൺ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഓരോ ആക്ടിവിറ്റിക്കും കോറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണം. സെക്കൻഡ് പ്രാക്ടീസ് ആണ് ഡിഫറെൻറ്റ് ടെസ്റ്റ് ലെവൽസ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഡിഫറെൻറ്റ് ടെസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇൻറ്റിഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട് ആൻഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതാണ് ടെസ്റ്റ് ലെവൽസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഇതാണ് ടെസ്റ്റ് ലെവൽസ് വരുന്നത്. സോ ഈ ഓരോ ടെസ്റ്റ് ലെവലിലും നമ്മൾ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. അല്ലാതെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ല വേണ്ടത്. ഓരോന്നിനും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഗോൾസ് പ്രിപ്പയർ ചെയ്യണം. തേർഡ് പ്രാക്ടീസ് ആണ് ടെസ്റ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ സ്റ്റാർട്ട് ഏർലി. ഇവിടെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് അനാലിസിസ് ആൻഡ് ഡിസൈന് ഓരോ ഡെവലപ്മെന്റ് ഫേസിൽ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യണം ഏർലി ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നതായിട്ട്. അതാണ് ടെസ്റ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ സ്റ്റാർട്ട് ഏർലി മീൻസ്. ഫോർത്ത് പ്രാക്ടീസ് ആണ് ഏർലി ഇൻവോൾവ്മെന്റ് ഓഫ് ടെസ്റ്റേഴ്സ്. സോ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിളിനകത്ത് തന്നെ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഏർലി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് നമുക്ക് എപ്പോഴാണോ ഒരു ഡെവലപ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SDLC ബിഗിനിങ് ഫ്രം എന്താ പറയുക റിക്വയർമെന്റ് അനാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോൾ തൊട്ടാണ് നമുക്ക് ഡ്രാഫ്റ്റ് അവൈലബിൾ ആവുന്നത്, അപ്പോൾ തൊട്ട് നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ടെസ്റ്റേഴ്സ് റിവ്യൂ
റിവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ ഈ ഏർലി ടെസ്റ്റിംഗ് ചെയ്യുന്ന വഴി നമുക്ക് ഡിഫക്ട്സ് അറ്റ് ദ ഏർലിസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ആൻഡ് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. സോ അത് സപ്പോർട്ട് ചെയ്യും ഷിഫ്റ്റ് ലെഫ്റ്റ് അപ്രോച്ചിനെ. ഷിഫ്റ്റ് ലെഫ്റ്റ് അപ്രോച്ചിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ ഇതുവഴി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Next, we are going to see testing as a driver for software development. So, testing as a driver എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റ്, അതിന് TDD എന്ന് പറയും. സെക്കൻഡ് ഈസ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് ATDD. നെക്സ്റ്റ് ഈസ് BDD, അത് ബിഹേവിയർ ഡ്രിവൻ ഡെവലപ്മെന്റ്. സോ ഈ 3 സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിനാണ് ടെസ്റ്റിംഗ് ആസ് എ ഡ്രൈവർ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി TDD ആണെങ്കിലും ATDD ആണെങ്കിലും BDD ആണെങ്കിലും സിമിലർ അപ്രോച്ചസ് ആണ്. ബട്ട് ടെസ്റ്റ് ഡിറക്റ്റ് ഡെവലപ്മെന്റ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ആണ് ഡെവലപ്മെന്റ് ഡിറക്റ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഏർലി ടെസ്റ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. 7 റൂൾസ് ആണ് അല്ലെങ്കിൽ 7 പ്രിൻസിപ്പിൾസ് ആണ് ടെസ്റ്റിങ്ങിലുള്ളത്. അതൊരു റൂളാണ് ഏർലി ടെസ്റ്റിംഗ് എന്ന് പറയാം. സോ അതാണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിഫോർ കോഡിംഗ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ടെസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ടെസ്റ്റിംഗ് സർവീസ് ആക്ട് എക്സിക്യൂഷൻ അല്ല, ടെസ്റ്റ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഡിഫൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനുശേഷം മാത്രമാണ് ആക്ച്വൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഈ 3 അപ്രോച്ചസിൻ്റെയും ഒരു എസെൻസ് അല്ലെങ്കിൽ ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഇസ് TDD, ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റ്. ഇവിടെ കോഡിംഗ് ഈസ് ഡ്രിവൻ ബൈ ടെസ്റ്റ് ആണ്. അവിടെ ഫോക്കസിങ് ഓൺ the test of writing the test first, then coding to satisfy them, followed by refactoring. അതായത് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിംഗ് അതും സ്റ്റാർട്ട് ഡിഫൈൻ ചെയ്യുന്നു, ദെൻ കോഡിംഗ് പെർഫോം ചെയ്യുന്നത്, ഫോളോ ബൈ റീഫാക്ടറിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എക്സ്റ്റെൻസീവ് ഡിസൈനിങ് ഒന്നുമില്ല. അതായത് റിലൈസ് മോർ ഓൺ ടെസ്റ്റ് ദാൻ ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ഡിസൈൻ. സെക്കൻഡ് ഇസ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റ്, ATDD ആണ്. ഇവിടെ ടെസ്റ്റ് ഡിറൈവ് ഫ്രം അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആണ്. സോ വാട്ട് ഇസ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ? അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചറിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ്, അതിനാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുക. ഇപ്പം അതറിയത്തുള്ളവർക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ അതിൻ്റെ ലോഗിൻ പേജ് ആക്സസിബിലിറ്റി, അതിൻ്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഗിവൺ ദാറ്റ് ദ യൂസർ ഈസ് ഓൺ ദ വെബ്സൈറ്റ്സ് ഹോം പേജ് വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ദ ലോഗിൻ ബട്ടൺ, ദെൻ ദ ലോഗിൻ പേജ് ഷുഡ് അപ്പിയർ വിത്ത് ഫീൽഡ്സ് ഫോർ യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. സോ ഇങ്ങനെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു ഫീച്ചർ, ആ ഒരു പേജിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വരുന്നത്, എന്താണ് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി. സോ ഇതൊക്കെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു വേ ആണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. സോ ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡെവലപ്മെന്റിനകത്ത് ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഈ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു മറ്റൊരു പോയിന്റാണ് ഈ ATDക്കകത്ത് പറയാനുള്ളത്. ടെസ്റ്റ് ബിഫോർ ഡെവലപ്മെന്റ് ആണ്. ആ ടെസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ബിഫോർ കോഡിംഗ് ടു എൻഷുർ ദ ആപ്ലിക്കേഷൻ മീൻസ് റിക്വയർമെന്റ്സ്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ പറയുന്ന 3 ഡെവലപ്മെന്റ് മെത്തഡോളജിക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്താണ് കോഡിങ്ങിന് മുൻപായിട്ട് തന്നെ ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് ടെസ്റ്റിംഗ് ആസ് എ ഡ്രൈവർ മെത്തേഡാണ് ബിഹേവിയർ ഡ്രിവൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, BDD എന്ന് പറയുന്നത്. അവിടെ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് ഡിസൈഡ് ബിഹേവിയർ എക്സ്പ്രസ്ഡ് വിത്ത് നാച്ചുറൽ ലാംഗ്വേജ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കുക്കുംബർ. നിങ്ങൾക്ക് ചിലർക്ക് അറിയാം കുക്കുംബറിനകത്ത് അങ്ങനെ കോഡ് എഴുതുക അല്ലേ. അത് നാച്ചുറൽ ലാംഗ്വേജ്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ടാണ് എഴുതുക. എഴുതുന്ന ആ പർട്ടിക്കുലർ ലാംഗ്വേജിനെ പറ്റി ജെർക്കിൻ എന്നാണ്. അതായത് ഗിവൺ, വെൻ, ദെൻ എന്നൊക്കെയുള്ള ചില കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൽ ആ ഒരു കോഡ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇറ്റ്സ് നാച്ചുറൽ ലാംഗ്വേജ്. സോ ഇത് എന്താ പറയുക, കുറച്ചൊരു ഈസിയർ ആയിരിക്കും അണ്ടർസ്റ്റാൻഡിങ് ബൈ സ്റ്റേ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. ദെൻ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ ഈ 3 ഡെവലപ്മെന്റ് മെത്തഡോളജിയിലും ടെസ്റ്റ് കൂടുതലും ഓട്ടോമേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. ടെസ്റ്റ് റിമെയിൻ ഓട്ടോമേഷൻ ടു മെയിൻറ്റെയിൻ കോഡ് ക്വാളിറ്റി ഇൻ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഓർ റീഫാക്ടറിംഗ്. സോ ഓട്ടോമേഷൻ ആയിരിക്കും ഈ 3 നമുക്ക് എടുത്ത് പറയാനുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെവോപ്സ് ആൻഡ് ടെസ്റ്റിംഗ്. ഡെവോപ്സ് ഇപ്പം നമ്മൾ മിക്കവരും തന്നെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബൂം ചെയ്ത് വരുന്ന ഒരു ജോബ് റോളാണ് ഡെവോപ്സ് അല്ലേ. സോ അതിൽ തന്നെ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. സോ ഡെവോപ്സും ടെസ്റ്റിങ്ങും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓർഗനൈസേഷൻ അപ്രോച്ച് ആണ് വേർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിങ്ങിനോട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സോ ആ ഒരു ഡെവലപ്മെന്റ് സെക്ഷനും ഓപ്പറേഷൻസ്, അതായത് IT ഓപ്പറേഷൻസും കൂടെ ഒരുമിച്ച് ഇൻവോൾവ് ആകുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്.
ടു അച്ചീവ് സം കോമൺ ഗോൾസ്. ചില കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് IT ഓപ്പറേഷൻസ് ടീം ഉണ്ടായിരിക്കും എല്ലാവരും. ഡെവലപ്മെന്റ് ടീം എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സും ഉണ്ട് ടെസ്റ്റേഴ്സും ഉണ്ട്. ഇവർ തമ്മിൽ ഒരുമിച്ച് ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ ഡെവോപ്സ് നമ്മളുടെ ഒരു വർക്ക് കൾച്ചറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് ടീമിനെയും ഓപ്പറേഷൻസ് ടീമിനെയും നമ്മൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് അവിടെ ആവശ്യമാണ്, ഇറ്റ് നെസസറി. അടുത്ത കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവോപ്സ് കാണാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ടീം ഓട്ടോണമി, അതായത് എംപവറിംഗ് ദ ടീംസ് ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. സോ ടീമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ഫാസ്റ്റ് ഫീഡ്ബാക്ക്, ഇൻറ്റഗ്രേറ്റഡ് ടൂൾ ചെയിൻസ്, അത് അതിൻ്റെ കാര്യമാണ്. CI ഉണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ, CD കണ്ടിന്യൂസ് ഡെലിവറി. സോ ഇതിനുള്ള ടൂളൊക്കെ വേണം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ടെക്നിക്കൽ പ്രാക്ടീസസ്, CI/CD പൈപ്പ്ലൈൻസ് ടു ബിൽഡ്, ടെസ്റ്റ് ആൻഡ് റിലീസ് ഹൈ ക്വാളിറ്റി കോഡ് ഫാസ്റ്റർ. സോ ഇതൊക്കെ ടെക്നിക്കൽ പ്രാക്ടീസസ്. ഈ 4 കാര്യങ്ങളാണ് കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവോപ്സ്. ഒന്നുകൂടെ പറയാം: ടീം ഓട്ടോണമി, ഫാസ്റ്റ് ഫീഡ്ബാക്ക്, ഇൻറ്റഗ്രേറ്റഡ് ടൂൾ ചെയിൻസ്, ടെക്നിക്കൽ പ്രാക്ടീസസ്. These 4 are core principles of DevOps. Next, let's see benefits of DevOps for testing. And ടെസ്റ്റിങ്ങിനകത്ത് ഡെവോപ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? നമ്മളിവിടെ ആ ഒരു 6 ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഈ മെറ്റീരിയലിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫാസ്റ്റ് ഫീഡ്ബാക്ക്, പിന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ, ഇൻക്രീസ്ഡ് വിസിബിലിറ്റി ഓൺ നോൺ ഫങ്ഷണൽ ക്വാളിറ്റി, റിഡ്യൂസ്ഡ് മാനുവൽ ടെസ്റ്റിംഗ്, മിനിമൈസ്ഡ് റിഗ്രഷൻ റിസ്ക്. സോ ഇങ്ങനെ ഒരു 6 ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, ചാലഞ്ചസ് ഓഫ് ഡെവോപ്സ്. ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ചില ചാലഞ്ചസ് ഉണ്ട് ഡെവോപ്സിൽ. എന്തൊക്കെയാണെന്ന്: എസ്റ്റാബ്ലിഷിംഗ് ദ ഡെവോപ്സ് ഡെലിവറി പൈപ്പ്ലൈൻ. സോ ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പൈപ്പ്ലൈൻ, അല്ലേ? പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോഡ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ ഒരു കോമൺ റിപ്പോസിറ്ററിൽ ഇടുന്നു, അവിടുന്ന് ടെസ്റ്റേഴ്സ് ആണെങ്കിൽ അതിനെ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അതായത് ബിൽഡ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു നീണ്ട ഒരു ഇറ്റ്സ് എ ലോങ് പ്രോസസ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്, ഒരിക്കലും ഒന്ന് ഡിലേ പോകുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് പൈപ്പ്ലൈൻ എന്നൊരു പേര് കൊടുക്കാൻ തന്നെ കാരണം. സോ ഈ പൈപ്പ്ലൈൻ കെയർഫുൾ ആയിട്ട് ഡിഫൈൻ ആൻഡ് സെറ്റപ്പ് ചെയ്യണം, അതൊരു ചാലഞ്ചാണ്. സെക്കൻഡ് തിങ് ഈസ് CI/CD ടൂൾ മെയിൻ്റനൻസ് ആണ്. നമ്മൾ CI/CD ടൂൾ നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന ഒന്നാണ് ജെങ്കിൻസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ മറ്റു ടൂൾസും ഉണ്ട്. ഒക്കെ ഇങ്ങനെയുള്ള ടൂൾസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് തേർഡ് ചാലഞ്ചാണ് ടെസ്റ്റ് ഓട്ടോമേഷൻ റിസോഴ്സ് റിക്വയർമെന്റ്സ്. അതായത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർ വേണം ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള ടെസ്റ്റ് ഓട്ടോമേഷൻ റിസോഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യം. ഇത്രയാണ് ചാലഞ്ചസ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഷിഫ്റ്റ് ലെഫ്റ്റ്. ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ SDLC വരുന്ന ഒരു അപ്രോച്ചാണ് ഷിഫ്റ്റ് ലെഫ്റ്റ്. സോ വാട്ട് ഇസ് ഷിഫ്റ്റ് ലെഫ്റ്റ്? നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം പഠിച്ചു, ഏർലി ടെസ്റ്റിംഗ്. സോ അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ബിഫോർ ദ ആക്ച്വൽ കോഡ് ഡെവലപ്മെന്റ് നമ്മൾ ടെസ്റ്റ് ഡിഫൈൻ ചെയ്ത് തുടങ്ങും. ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നു, സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ പെർഫോം ചെയ്യുന്നു. അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് റെഫേഴ്സ് ടു പെർഫോമിംഗ് ടെസ്റ്റിംഗ് earlier in the SDLC rather than waiting until later stages. So that is shift left. Okay, then there are few good practices for shift left. And the first one is reviewing specifications early. ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അത് ഏർലി ആയിട്ട് തന്നെ റിവ്യൂ ചെയ്യണം, മറ്റ് ആംബിഗ്വിറ്റീസും ഇൻകൺസിസ്റ്റൻസും ഉണ്ടാകാതിരിക്കാനായിട്ട്. സെക്കൻഡ് പ്രാക്ടീസ് ആണ് റൈറ്റിംഗ് ടെസ്റ്റ് കേസസ് ബിഫോർ കോഡ്. ഡെവലപ്പേഴ്സ് അവർ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ആ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം. തേർഡ് ഗുഡ് പ്രാക്ടീസ് ഈസ് യൂസിങ് CI/CD, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി. സോ CDക്ക് പറഞ്ഞ കണ്ടിന്യൂസ് ഡെലിവറി ആകാം ഓർ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ആകാം. ഓക്കെ, അപ്പോൾ പലയിടത്തും നമുക്ക് 2 ടേംസും കാണാം, അപ്പോൾ കൺഫ്യൂഷൻ വരേണ്ട രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ CI/CD യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഫോർ ഫാസ്റ്റർ ഫീഡ്ബാക്ക് ആൻഡ് ഓട്ടോമേഷൻ പ്രോസസ്. ഫോർത്ത് ഗുഡ് പ്രാക്ടീസ് ആണ് സ്റ്റാറ്റിക് അനാലിസിസ് ബിഫോർ ഡൈനാമിക് ടെസ്റ്റിംഗ്. സോ വാട്ട് ഇസ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്? അതായത് ഡോക്യുമെന്റേഷൻ ഒക്കെ വായിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, റിക്വയർമെന്റ്സിനകത്തൊക്കെ എന്തെങ്കിലും ഫോൾസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കുക. അതായത് സ്റ്റാറ്റിക് അനാലിസിസ് ഓർ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഡൈനാമിക് ടെസ്റ്റിംഗ് എന്താണ്? ആക്ച്വൽ ആ ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. സോ ഡൈനാമിക് ടെസ്റ്റിംഗിന് മുൻപായിട്ട് തന്നെ സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യുക എന്നാണ് പറഞ്ഞതാണ് മറ്റൊരു ഗുഡ് പ്രാക്ടീസ്. ആൻഡ് ഫിഫ്ത്ത് ഗുഡ് പ്രാക്ടീസ് ആണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആയിട്ട് കോമ്പോണന്റ് ലെവൽ. കോമ്പോണന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ടെസ്റ്റിംഗ് ഓർ മൊഡ്യൂൾ ടെസ്റ്റിംഗ്. അതായത്
ഡെവലപ്പേഴ്സ് അവർ കോഡിങ് എഴുതി തുടങ്ങുമല്ലോ, ഓരോ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസ് ആയിട്ടുള്ള. സോ അപ്പോൾ തന്നെ ഓരോ കമ്പോണൻസിലും നമ്മൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക. വാട്ട് ഇസ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്? അതായത് പെർഫോമൻസ് ടെസ്റ്റിംഗ്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, പിന്നെന്താ ലോഡ് ടെസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ ടെസ്റ്റിംഗ് ഉണ്ടല്ലോ. ഫങ്ഷണാലിറ്റി അല്ലാതെ ചെക്ക് ചെയ്യുന്നത്, ദാറ്റ് ഇസ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. സോ അത് മൊഡ്യൂൾ ലെവൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പോണന്റ് ലെവലിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, കൂടുതൽ നല്ലതായിരിക്കും. സോ ഇങ്ങനെ ഒരു 5 ഗുഡ് പ്രാക്ടീസസ് ആണ് ഫോർ ഷിഫ്റ്റ് ലെഫ്റ്റിന് വേണ്ടി പറഞ്ഞേക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്, അതായത് ഷിഫ്റ്റ് ലെഫ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മേ റിക്വയർ എക്സ്ട്രാ എഫേർട്ട് ആൻഡ് കോസ്റ്റ്, അല്ലെ? കുറച്ച് എഫേർട്ടും കോസ്റ്റും ആവശ്യമായിട്ട് വരും. പക്ഷേ ലേറ്റർ പ്രോസസ്സിൽ അത് കുറച്ചുകൂടെ നമ്മുടെ ടൈം ആൻഡ് റിസോഴ്സസിനെ സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, എന്താണ്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മൾ ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർ മാത്രമല്ല ഒരു പ്രൊജക്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലേ. സോ ഈ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വരും ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് അപ്രോച്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലേ? സോ കാരണം അവരൊക്കെ മിക്കവരും തന്നെ ആ ഒരു പഴയ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ ബിലീവ് ചെയ്യുന്നവരായിരിക്കും. അതായത് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം പയ്യെ ടെസ്റ്റിംഗ് ചെയ്യാന്നുള്ള ആ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ തോട്ട് പ്രോസസ്സിനെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. സോ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് അപ്രോച്ച്. Next, let's see retrospectives and process improvement. So what is retrospective? ഇപ്പം അജൈൽ സ്ക്രം മെത്തഡോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അറിയാൻ പറ്റും retrospective എന്താണെന്നുള്ളത്. എങ്കിലും ഐ ക്യാൻ ബ്രീഫ് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ഈസ് റെട്രോസ്പെക്റ്റീവ്? റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചില മീറ്റിംഗ്സ് ആണ്, അല്ലെങ്കിൽ ചില ആ ഒരു പ്രൊജക്റ്റിൽ ഉള്ള ആൾക്കാർ ഒരുമിച്ചിരുന്നുള്ള ഡിസ്കഷനെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് റെഗുലർ ഇൻ്റർവെൽസ്. ചില റെഗുലർ ഇൻ്റർവെൽസിലാണ് ഇത് സംഭവിക്കുന്നത്. ഇറ്റ് മേ ബി എൻഡ് ഓഫ് ദ പ്രോജക്റ്റ്, ഒരു ഇറ്ററേഷൻ കഴിയുമ്പോഴാകാം, ഒരു സ്പ്രിന്റ് കഴിയുമ്പോഴാകാം, ഒരു റിലീസ് കഴിയുമ്പോഴായിരിക്കാം. സോ വെനെവർ നീഡഡ് അപ്പോഴെല്ലാം കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ്സാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ടൈമിങ്ങും ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് SDLC മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ യൂഷ്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ടെസ്റ്റേഴ്സ് ഉണ്ട്, ഡെവലപ്പേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ്, പ്രൊഡക്റ്റ് ഓണേഴ്സ്, ബിസിനസ് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിലാണ് തന്നെ ഇൻവോൾവ് ആവുന്ന ഒരു മീറ്റിംഗാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുക. അടുത്ത നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഈ റെട്രോസ്പെക്റ്റീവിൽ ഉണ്ടാകുന്ന കീ ഡിസ്കഷൻ പോയിന്റ്സ്. ഫസ്റ്റ് തിങ് ഈസ് വാട്ട് വാസ് സക്സസ്ഫുൾ. സോ നമ്മുടെ ഒരു പ്രോസസ്സിൽ എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് നോട്ട് സക്സസ്ഫുൾ, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആകാതിരുന്നത്, അങ്ങനെയുള്ള കീ ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് അനദർ കീ ഡിസ്കഷൻ പോയിന്റ് ആണ് ഹൗ ടു ഇൻകോർപ്പറേറ്റ് ഇംപ്രൂവ്മെന്റ്സ്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇനി കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെട്രോസ്പെക്റ്റീവ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ചില ഡോക്യുമെന്റേഷൻ പെർഫോം ചെയ്യുന്നത് ടാസ്ക് കംപ്ലീഷൻ റിപ്പോർട്ട് പോലത്തെ ചില റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിൽ ഈ റെട്രോസ്പെക്റ്റീവിന്റെ റോൾ എന്താണെന്ന് പറയാം. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി ക്രിട്ടിക്കൽ ഫോർ ഓൺഗോയിങ് ഇംപ്രൂവ്മെന്റ്. സോ ഒരു ഓൺഗോയിങ് കണ്ടിന്യൂസ് ഉള്ള ഇംപ്രൂവ്മെന്റിന് വളരെ ക്രിട്ടിക്കലാണിത്. അതുപോലെ ഇംപ്രൂവ്മെന്റ്സിന് കൂടുതൽ എസെൻഷ്യൽ ആണെന്ന് കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കൂടുതൽ എസെൻഷ്യൽ ആണെന്ന് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഫോർ ടെസ്റ്റിംഗ്. ടെസ്റ്റിങ്ങിൽ റെട്രോസ്പെക്റ്റീവിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇൻക്രീസ് ദ ടെസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, ഇംപ്രൂവ് ടെസ്റ്റ് വെയർ ക്വാളിറ്റി. ടെസ്റ്റ് വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിങ്ങിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആൻഡ് ടൂൾസിന് ടെസ്റ്റ് വെയർ എന്ന് പറയുക. ഇറ്റ് മേ ബി ടെസ്റ്റ് പ്ലാൻസ് ആകാം, ടെസ്റ്റ് കേസസ് ആകാം, ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ്, ടെസ്റ്റ് ഡാറ്റ, ഡോക്യുമെന്റേഷൻ, ഇൻപുട്സ്, എക്സ്പെക്ടഡ് റിസൾട്ട്സ്, ഇതെല്ലാം ടെസ്റ്റ് വെയർസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ടെസ്റ്റ് വെയർസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ബെനിഫിറ്റ് ആണ് ടീം ബോണ്ടിങ് ആൻഡ് ലേണിംഗ്. നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് ബെറ്റർ ടെസ്റ്റ് ബേസിസ് ക്വാളിറ്റി ആൻഡ് enhanced collaboration. So these are benefits for retrospectives in testing. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടെസ്റ്റ് ലെവൽസ് ആണ്. മെയിൻ ആയിട്ട് 4 ടെസ്റ്റ് ലെവൽസ് ആണ് വരുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. ബട്ട് നമ്മളുടെ ഈ ഒരു മെറ്റീരിയലിൽ അവർ പറഞ്ഞേക്കുന്നത് 5 ലെവൽസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. കമ്പോണന്റ് ടെസ്റ്റിംഗ്, അതിന്റെ മറ്റു പേരാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് കമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. സോ അവരതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് 5 ലെവൽസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് അതിനെ ഫോളോ ചെയ്യാം നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ലെവലാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവലാണ് കമ്പോണന്റ് ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിംഗ് ഓർ മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയാം. അതായത് ഇത് മിക്കപ്പോഴും തന്നെ പെർഫോം ചെയ്യുക ഡെവലപ്പേഴ്സ് ആയിരിക്കും. അവർ കോഡ് എഴുതുമ്പോൾ തന്നെ അതിലുള്ള മൊഡ്യൂൾ വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് കമ്പോണന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കമ്പോണൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ പേജ്, അതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനാലിറ്റീസ്, ഓരോ യൂസറിനെ വർക്ക് ചെയ്യുന്നുണ്ടോ,
അല്ലെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോകാൻ കോമ്പോണന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. സെക്കൻഡ് ലെവലാണ് കോമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതായത് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതാണ് കോമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇതിന്റെ ഈ ഡിപ്പെൻഡന്റ് ഓൺ ഇന്റഗ്രേഷൻ സ്ട്രാറ്റജീസ് ലൈക്ക് ബോട്ടം അപ്പ്, ടോപ്പ് ഡൗൺ, ബിഗ് ബാങ്, ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഈ സ്ട്രാറ്റജീസിനെ ബേസ് ചെയ്തിട്ട് ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. തേർഡ് ലെവലാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് കംപ്ലീറ്റ് ഓവറോൾ സിസ്റ്റത്തെ അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആപ്ലിക്കേഷൻ്റെ ഫങ്ഷണാലിറ്റീസ് ലൈക്ക് ലോഗിന്, അതിൻ്റെ കളർ, അതിൻ്റെ മറ്റേ ഫങ്ഷണാലിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പെർഫോമൻസ്, ലോഡ്, എൻഡുറൻസ്, സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെ ടെസ്റ്റിംഗ് പെർഫോം ചെയ്ത് ഇതെല്ലാം സിസ്റ്റം ടെസ്റ്റിംഗിനകത്ത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടെസ്റ്റ് ലെവൽസ് ആണ്. മെയിനായിട്ട് 4 ടെസ്റ്റ് ലെവൽസ് ആണ് വരുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. ബട്ട് നമ്മളുടെ ഈ ഒരു മെറ്റീരിയലിൽ അവർ പറഞ്ഞേക്കുന്നത് 5 ലെവൽസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. കമ്പോണന്റ് ടെസ്റ്റിംഗ്, അതിൻ്റെ മറ്റു പേരാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് കമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. സോ അവരതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് 5 ലെവൽസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് അതിനെ ഫോളോ ചെയ്യാം നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ലെവലാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവലാണ് കമ്പോണന്റ് ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിംഗ് ഓർ മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയാം. അതായത് ഇത് മിക്കപ്പോഴും തന്നെ പെർഫോം ചെയ്യുക ഡെവലപ്പേഴ്സ് ആയിട്ട് കോഡ് എഴുതുമ്പോൾ തന്നെ അതിലുള്ള മൊഡ്യൂൾ വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്താണ് കമ്പോണന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കമ്പോണൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ പേജ്, അതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനാലിറ്റീസ്, ഓരോ യൂസറിനെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോകാൻ കമ്പോണന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. സെക്കൻഡ് ലെവലാണ് കോമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതായത് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതാണ് കോമ്പോണന്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇതിന്റെ ഈ ഡിപ്പെൻഡന്റ് ഓൺ ഇന്റഗ്രേഷൻ സ്ട്രാറ്റജീസ് ലൈക്ക് ബോട്ടം അപ്പ്, ടോപ്പ് ഡൗൺ, ബിഗ് ബാങ്, ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഈ സ്ട്രാറ്റജീസിനെ ബേസ് ചെയ്തിട്ട് ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. തേർഡ് ലെവലാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. അതായത് കംപ്ലീറ്റ് ഓവറോൾ സിസ്റ്റത്തെ അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആപ്ലിക്കേഷൻ്റെ ഫങ്ഷണാലിറ്റീസ് ലൈക്ക് ലോഗിന്, അതിൻ്റെ കളർ, അതിൻ്റെ മറ്റേ ഫങ്ഷണാലിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പെർഫോമൻസ്, ലോഡ്, എൻഡുറൻസ്, സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെ ടെസ്റ്റിംഗ് പെർഫോം ചെയ്ത് ഇതെല്ലാം സിസ്റ്റം ടെസ്റ്റിംഗിനകത്ത് വരുന്നതായിരിക്കും. ഫോർത്ത് ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിനകത്ത് വരുന്നത് ഒരു സിസ്റ്റം മറ്റ് സിസ്റ്റംസ് ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ആ ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും, വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. സിസ്റ്റം ടെസ്റ്റിംഗിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട്. അതിലെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് പ്രൊഡക്റ്റ് ബ്രൗസിംഗ്, പ്രൊഡക്റ്റ് ആഡിങ് ടു ദ കാർട്ട്, ചെക്ക്ഔട്ട് പ്രോസസ്, പേയ്മെന്റ് ഗേറ്റ്വേ, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. സോ സിസ്റ്റം ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ഇന്റഗ്രേഷൻ ഓഫ് കസ്റ്റമർ ഫേസിംഗ് വെബ്സൈറ്റ് വിത്ത് പേയ്മെന്റ് ഗേറ്റ്വേ, അതിനെ ടെസ്റ്റ് ചെയ്യുന്നത്. എൻഷുറിംഗ് ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ഫ്ലോ സ്മൂത്ത്ലി ഫ്രം ഓർഡർ പ്ലേസ്മെന്റ് ടു പേയ്മെന്റ് ആൻഡ് കൺഫർമേഷൻ. സോ ആ ഒരു ഫ്ലോ ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. തമ്മിൽ എന്താണ് ഒരു റിലേഷൻ എന്നുള്ള കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ലെവലാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് വി ആർ ടെസ്റ്റിംഗ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ആൻ എൻഡ് യൂസർ. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുക. ഒരു യൂസർക്ക്, അതായത് ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ആ എൻഡ് യൂസർ, അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ, അത് വെരിഫൈ ചെയ്യുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇത് is usually performed by the intended users. So ആരാണ് ആക്ച്വലി യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് acceptance testing എന്ന് പറയുക. And there are different types of acceptance testing in like user acceptance testing ഉണ്ട്, operational acceptance testing ഉണ്ട്, contractual ഉണ്ട്, regulatory ഉണ്ട്, alpha testing, beta testing, ഇങ്ങനെയൊക്കെയുള്ള different types of acceptance testing ഉണ്ട്. ഇനിയിപ്പം different test activities ടെസ്റ്റ് ലെവൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ലെവൽസിനെ ഡിഫൈൻ ചെയ്യണം ബൈ സെവറൽ ആട്രിബ്യൂട്ട്സ്. എന്തൊക്കെ ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും ടെസ്റ്റ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? ടെസ്റ്റ് ഒബ്ജക്റ്റ്, ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ടെസ്റ്റ് ബേസിസ്, ഡിഫെക്ട്സ് ആൻഡ് ഫെയിലേഴ്സ്, അപ്രോച്ച് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് മെയിൻ
attributes എന്ന് പറയുന്നത്. Next, let's see test types. Different test types നമ്മൾ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോണത്. ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആ പേര് പോലെ തന്നെ ഫങ്ഷണാലിറ്റി ഓഫ് ദ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുക. നമുക്കൊരു സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടാണോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നോക്കുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് ഫ്ലിപ്കാർട്ട് ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ എന്തൊക്കെയായിരിക്കാം, ലോഗിന്, സൈനപ്പ്, ഫോർവേഡ് പാസ്വേഡ്, പിന്നെ നമ്മുടെ പ്രൊഡക്ട്സിനെ ഹോം പേജിൽ കാണാൻ പറ്റുന്നത്, ദെൻ ആഡ് പ്രൊഡക്ട്സ്, കാർഡ്, പേയ്മെന്റ്, ചെക്ക്ഔട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷണാലിറ്റീസ് ആണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് വരുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ വാട്ട് ദ ടെസ്റ്റ് ഒബ്ജക്ട് ഷുഡ് ഡു. അതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആൻഡ് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്? ഫങ്ഷണൽ കംപ്ലീറ്റ്നെസ് നോക്കണം, ഫങ്ഷണൽ കംപ്ലീറ്റ്നെസ് ഉണ്ടോ നോക്കുക, ഫങ്ഷണൽ കറക്റ്റ്നെസ് നോക്കണം, ആൻഡ് ഫങ്ഷണൽ അപ്രോപ്രിയേറ്റ്നെസ് നോക്കണം. ഇത്രയാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് ടൈപ്പ് ആണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. നമ്മളിപ്പം ഓൾറെഡി തന്നെ പലയിടത്തും ഞാൻ കുറച്ച് മെൻഷൻ ചെയ്തായിരുന്നു. വാട്ട് ഈസ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്? ടെസ്റ്റിംഗ് ദ നോൺ ഫങ്ഷണാലിറ്റി, ലൈക്ക് അതായത് അതിൻ്റെ കോമ്പാറ്റബിലിറ്റി, സെക്യൂരിറ്റി, പെർഫോമൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഹൗ ദ സിസ്റ്റം ബിഹേവ്സ്, അതാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോൺ ഫങ്ഷണാലിറ്റിക്കകത്ത്. അതായത് നോൺ ഫങ്ഷണൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ ടെസ്റ്റ് ചെയ്യുക. സോ ISO IEC 25010 സ്റ്റാൻഡേർഡ് അനുസരിച്ച് there is a list of non-functional quality characteristics. എന്തൊക്കെയാണ്? പെർഫോമൻസ്, എഫിഷ്യൻസി, കോമ്പാറ്റബിലിറ്റി, യൂസബിലിറ്റി, റിലയബിലിറ്റി, സെക്യൂരിറ്റി, മെയിൻറ്റനബിലിറ്റി, പോർട്ടബിലിറ്റി, സേഫ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് നോൺ ഫങ്ഷണാലിറ്റിക്കകത്ത് വരുന്നത്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് SDLCയുടെ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫങ്ഷണൽ ടെസ്റ്റ്. ഫങ്ഷണൽ ടെസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെക്കിംഗ് പെർഫോമൻസ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ഈ നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനകത്ത് ഇറ്റ് റിക്വയർസ് സ്പെസിഫിക് ടെസ്റ്റ് എൻവയോൺമെന്റ്സ് ലൈക്ക് യൂസബിലിറ്റി ലാബ്സ്. അതായത് നമുക്ക് ഇത്ര നമ്പർ ഓഫ് യൂസേഴ്സ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ അതിനത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അതാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. തേർഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അതായത് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കോഡ് നോക്കുന്നില്ല, ജസ്റ്റ് അതിന്റെ ഔട്ട്സൈഡ് ഫങ്ഷണാലിറ്റി മാത്രം നോക്കുക, ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സ്പെസിഫിക്കേഷൻ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് മറ്റൊരു പേരാണ്. അവിടെ നമ്മൾ ഡോക്യുമെന്റേഷനിൽ നിന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൗ ദ സിസ്റ്റം ബിഹേവ്സ് അഗെയിൻസ്റ്റ് സ്പെസിഫിക്കേഷൻസ്. കിട്ടിയേക്കുന്ന സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് സിസ്റ്റം ബിഹേവ് ചെയ്യാന്ന് ചെക്ക് ചെയ്യുകയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഓർ കോഡിംഗ് ഓഫ് ദ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും വൈറ്റ് ബോക്സ്. പേര് പോലെ ഒരു വൈറ്റ് ബോക്സ്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റണം, അതിനുള്ളിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ഇറ്റ് കവർ ദ ഇന്റേണൽ സ്ട്രക്ചർ വിത്ത് ടെസ്റ്റ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. സോ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറോടെ ടെസ്റ്റ് ചെയ്യുന്നതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഫങ്ഷണൽ ടെസ്റ്റിംഗ്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ്, ഈ ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് എല്ലാ ടെസ്റ്റ് ലെവൽസിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോ ടെസ്റ്റ് ലെവലിലും അതിന്റെ ഫോക്കസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെന്റ് ടെസ്റ്റ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ടു ഡിറൈവ് ടെസ്റ്റ് കണ്ടീഷൻസ് ആൻഡ് ടെസ്റ്റ് കേസസ്. Next topic is confirmation testing and regression testing ആണ്. So what is confirmation testing? Confirmation testing it confirms that a previously identified defect or bug has been successfully fixed. നമ്മൾ ടെസ്റ്റേഴ്സ് നേരത്തെ കണ്ടുപിടിച്ച ഒരു ഡിഫക്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോന്ന് എൻഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺഫർമേഷൻ ടെസ്റ്റിംഗ്. ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് റീഎക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാം, റീഎക്സിക്യൂട്ടിംഗ് ഓൾ ദ ടെസ്റ്റ് ദാറ്റ് പ്രീവിയസ്ലി ഫെയിൽ ഡ്യൂ ടു ഡിഫക്റ്റ്. സോ ഡിഫക്റ്റ് കാരണം ഫെയിൽ ചെയ്യാം, ടെസ്റ്റ് കേസ് നമ്മൾ വീണ്ടും റീഎക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ പുതിയ ടെസ്റ്റ് കേസസ് ആഡ് ചെയ്യാനായിട്ടും പറ്റും ടു കവർ ചേഞ്ച് മേഡ് ടു ഫിക്സ് ദ ഡിഫക്റ്റ്. ഇത്രയും കാര്യമാണ് കൺഫർമേഷൻ ടെസ്റ്റിംഗിനകത്ത് വരുന്നത്. വാട്ട് ഈസ് റിഗ്രഷൻ ടെസ്റ്റിംഗ്? റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഗ് ഫിക്സേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ കോഡിലെ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടോ അവർ ഡെവലപ്പേഴ്സ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ആപ്ലിക്കേഷന്റെ മറ്റ് പാർട്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷർ ചെയ്യുകയാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. സോ ഇറ്റ് എൻഷുവേഴ്സ് ദ ചേഞ്ചസ് ഹാവ് നോട്ട് ഇൻട്രൊഡ്യൂസ് ന്യൂ ഡിഫക്ട്സ് ഓർ അഡ്വേഴ്സ് കോൺസിക്വൻസസ്. മറ്റ് കോൺസിക്വൻസസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് വെരിഫൈ ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. സോ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ദ സെയിം കമ്പോണന്റ് വേറെ ചേഞ്ച് വാസ് മെയ്ഡ്. സോ ഈ കോൺസിക്വൻസ് എങ്ങനെ അഫക്ട് ചെയ്യാന്ന് പറയുന്നത്. സോ സെയിം കമ്പോണന്റ് തന്നെ സെയിം കമ്പോണന്റ് വേറെ ചേഞ്ച് വാസ് മെയ്ഡ്. സോ ചേഞ്ച് മെയ്ഡ് വന്നേക്കുന്ന സെയിം കമ്പോണന്റ് തന്നെ ആകാം, പിന്നെ മറ്റ് കമ്പോണൻസ് സെയിം സിസ്റ്റത്തിൽ തന്നെ ആകാം, പിന്നെ മറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലും വേണമെങ്കിലും വരാൻ പറ്റും. പിന്നെ ഇമ്പാക്ട് അനാലിസിസ് റിഗ്രഷൻ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാ? നമ്മളവിടെ ഐഡന്റിഫൈ ചെയ്യണം
ഈ ഒരു ചേഞ്ചസ് വഴി ഈ സിസ്റ്റത്തിന്റെ ഏതൊക്കെ പാർട്സിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പാക്ട് അനാലിസിസ്. സോ ദാറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. റിഗ്രഷൻ ടെസ്റ്റിങ് ഓരോ റിലീസ് കഴിയുന്തോറും അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അത് നമ്മൾ എപ്പോഴും റിഗ്രഷൻ ടെസ്റ്റിംഗ് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ CI/CD DevOps ടീമിനൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും റിഗ്രഷൻ ടെസ്റ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത് വഴി. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെയിൻ്റനൻസ് ടെസ്റ്റിങ്. സോ മെയിൻ്റനൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ഫങ്ഷണാലിറ്റി, stability and performance of software or systems after they have undergone maintenance activities such as bug fixes, updates, enhancements or other changes. അതായത് ബഗ് ഫിക്സിങ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് പാച്ചിങ് ആക്ടിവിറ്റീസ്, എൻഹാൻസ്മെന്റ്സ് ഒക്കെ നടന്നതിന് ശേഷം, അതായത് എന്തൊക്കെ സംതിങ് മെയിൻ്റനൻസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. മറ്റു ചേഞ്ചസ് വന്നിട്ടില്ലല്ലോ, പഴയ പോലെ തന്നെ ലോക്ക് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണല്ലോ പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. There are different categories of maintenance testing ഉണ്ട്. അതായത് ഇപ്പം ഡിഫക്ട്സ് ഫിക്സേഷന് ശേഷം ചെയ്യുന്ന മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ ചേഞ്ചസ് വന്നതിന് ശേഷം മേക്കിംഗ് ചേഞ്ചസ് ടു അഡാപ്റ്റ് ദ എൻവയോൺമെന്റ് അതിനുശേഷം ചെയ്യുന്ന മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനബിലിറ്റി അതായത് എൻഹാൻസ്മെന്റ് ചെയ്തതിനു ശേഷം ചെയ്യുന്ന മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ മെയിൻ്റനൻസ് ടെസ്റ്റിങ്ങിനകത്ത് പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് റിലീസസ് ഉണ്ടാകാം. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ റിലീസസ് ആൻഡ് ഡിപ്ലോയ്മെന്റ്സ്, അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫിക്സസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ട് പെട്ടെന്ന് അതാണ് അൺപ്ലാൻഡ് റിലീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ വേറൊരു കീ ഏരിയ അല്ലെങ്കിൽ ഒരു കീ പോയിന്റ് ആണ് ഇമ്പാക്ട് അനാലിസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പെർഫോം ബിഫോർ മേക്കിംഗ് ചേഞ്ചസ് ടു അസസ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഇൻ അതർ സിസ്റ്റം ഏരിയാസ്. സോ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുത്തി കഴിഞ്ഞാൽ മറ്റ് ഏതൊക്കെ ഏരിയാസിനെ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മറ്റെന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, അങ്ങനെ അതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തുന്നതിനാണ് ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ചെയ്യുന്നതിന് വഴി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്തുമാത്രം റിസ്ക് ഉണ്ട്, എന്തുമാത്രം ഇമ്പാക്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അതുപോലെ ഈ മെയിൻ്റനൻസ് ടെസ്റ്റിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന് ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് ദ ചേഞ്ച്, എന്തുമാത്രം ചേഞ്ചസ് വരുത്തുന്നുണ്ട് അതിൻ്റെ ആ ഒരു മെഷർമെന്റ്, പിന്നെ സൈസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ എന്തുമാത്രം ചേഞ്ചസ് വരുത്തുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെയിൻ്റനൻസ് ടെസ്റ്റിങ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ട്രിഗേഴ്സ് ഫോർ മെയിൻ്റനൻസ് ടെസ്റ്റിങ്. മെയിൻ്റനൻസ് ടെസ്റ്റിങ്ങിന് കാരണമാകുന്ന കാര്യങ്ങൾ, അതായത് തന്നെ ട്രിഗർ എന്ന് പറയുന്നത്. ഒന്നാണ് മോഡിഫിക്കേഷൻസ്, അതായത് പ്ലാൻഡ് എൻഹാൻസ്മെന്റ്സ്, കറക്റ്റിംഗ് ചേഞ്ചസ് ഓർ ഹോട്ട് ഫിക്സസ്. ഇതിലേത് വന്നാലും അത് മോഡിഫിക്കേഷൻ അണ്ടറിലാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ട്രിഗർ ആണ് അപ്ഗ്രേഡ്സ് ഓർ മൈഗ്രേഷൻസ് എന്ന് പറയുക. അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം ചേഞ്ചസ് വരുത്തുക. ഇപ്പോൾ ഉള്ള എൻവയോൺമെന്റിൽ നിന്ന് മറ്റൊരു എൻവയോൺമെന്റിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തണം. ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ആണ്. മൂന്നാമത്തെ ട്രിഗർ ആണ് റിട്ടയർമെന്റ്, അതായത് ടെസ്റ്റിംഗ് ഡാറ്റ ആർക്കൈവിംഗ് ആൻഡ് റിട്രീവ് പ്രൊസീജിയേഴ്സ് വെൻ എ സിസ്റ്റം ഈസ് റിട്ടയർഡ് ഓർ റീച്ചസ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് ആണ് റിട്ടയർമെന്റ്. ആ ടൈമിൽ നമ്മൾ മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ടെസ്റ്റിംഗ് മേ ഇൻക്ലൂഡ് ഡാറ്റ ആർക്കൈവിംഗ്, റീസ്റ്റോർ ആൻഡ് റിട്രീവൽ പ്രൊസീജിയേഴ്സ്, particularly when long-term data retention is required. So നമ്മൾ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ഇന്നത്തെ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ എല്ലാ ടോപ്പിക്സ് ആൻഡ് സബ് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇമെയിലിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ നമ്പർ വാട്സപ്പ് അവൈലബിൾ ആണ്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും പറയാണ്, നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് പഠിക്കുന്നൊപ്പം തന്നെ നമ്മളുടെ ISO ഓർഗനൈസേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സിലബസിൻ്റെ ഒരു PDF ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും വായിച്ച് പോയിരിക്കണം. ഓക്കെ, നല്ലതൊരിക്കലും ഓക്കെ വീഡിയോ മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിച്ചൊരിക്കലും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് പാസ്സാകാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെ ചെയ്താലും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു PDF നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ PDF പഠിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടാലും മതി, ഏതായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.